200 remains were taken out. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റോക്ക്ഹോമിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനായ ഗോസ്റ്റ് വാക്കിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്റ്റോക്ക്ഹോം സിറ്റിയിൽ തന്നെയാണ്, ഗംലസ്ഥാൻ എന്നുള്ള സ്ഥലത്താണ്. ഗംലസ്ഥാനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ എൻ്റെ മുമ്പത്തെ വ്ളോഗിൽ കുറച്ച് മുമ്പുള്ള വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഗോസ്റ്റ് വാക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡയറക്റ്റ്ലി ഗോസ്റ്റ് വാക്കിന് വന്നിട്ടാണുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്ക്ഹോം സിറ്റിയിൽ മുമ്പ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന മേർഡേഴ്സ്, പിന്നെ കുറേ ഡിസീസസ്, ആ ഡിസീസസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. ഈ ഗംലസ്ഥാൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഹോണ്ടഡ് മാൻഷൻസ് ഉള്ളൊരു ഏരിയ ആണ് ഗംലസ്ഥാൻ. അതുപോലെ ഒരുപാട് സ്റ്റോറീസും ഉണ്ട്. അപ്പോൾ എല്ലാം കേൾക്കാനും വേണ്ടിയിട്ടൊക്കെ ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അവരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഒരു ഡിന്നർ കഴിച്ചിട്ട് ഗോസ്റ്റ് വാക്കിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 7 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഡിന്നറിന് നമ്മളൊരു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റെസ്റ്റോറൻറ്റ്. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. അത് നമ്മൾ 3 പേര് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഗോസ്റ്റ് വാക്കിന് ഇന്ന് എൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ. രണ്ടുപേരും ഒരു ഹായ് പറഞ്ഞോ. ഇവിടെ ഇത് വെളിച്ചം കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പേരും കൂടിയാണ് ഇന്ന് ഗോസ്റ്റ് വാക്കിന് പോകുന്നത്. എന്താവുന്നൊന്നും ഒരു പിടിയില്ല. പേടിയുണ്ടോ നിങ്ങൾക്ക്? പേടി ഒട്ടുമില്ലാന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് പേടിയുണ്ട്, കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പം ബാക്കി നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗൈഡ് വന്നു കേട്ടോ. ഈ ഗോസ്റ്റ് വാക്ക് ആക്ച്വലി ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്, അതുപോലെ സ്വീഡിഷിലും അവൈലബിൾ ആണ്. ഒബ്വിയസ്ലി നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഗൈഡ് വന്ന ആൾക്കാരുടെ പേരൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നമുക്കൊരു സ്റ്റിക്കറും തന്നു കേട്ടോ, എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതായത് ആ ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു ആ സ്റ്റിക്കർ. അപ്പോൾ നമ്മുടെ വാക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ആദ്യം തന്നെ പുള്ളി നമ്മളെ കൊണ്ടുപോയത് ഗംലസ്ഥാനിലെ ഏറ്റവും നാരോവസ്റ്റ് സ്ട്രീറ്റിലൂടെയാണ്. അപ്പോൾ അവിടെയുള്ള പല മാൻഷനുകളിലായിട്ടും ഒരുപാട് മേർഡേഴ്സ് പണ്ടുകാലത്ത് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ സ്റ്റോറിയും പിന്നെ എന്തുകൊണ്ട്, എങ്ങനെയാണ് ആ മേർഡർ നടന്നത് എന്നുള്ളതൊക്കെ പുള്ളി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതിലെവിടെ ഒരു മാൻഷനിലായിട്ട് പണ്ട് ഒരു ട്രഷർ, അതായത് നിധി തേടി ഒരാൾ വരികയും അയാൾക്ക് അനുയായികളായിട്ട് കുറേ പേര് അവിടെ കാണാതാവുകയും പിന്നീട് പലരും ആ ബിൽഡിങ്ങിൻ്റെ മുമ്പിലൂടെ പോകുമ്പോഴൊക്കെ ഈ ട്രഷർ ഡിഗ് ചെയ്യുന്ന പോലുള്ള സൗണ്ട് കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്റ്റോക്ക്ഹോം പാലസിൻ്റെ ഒരു സൈഡിലായിട്ടാണ്. ഈ സ്റ്റോക്ക്ഹോം പാലസിനും ഒരുപാട് മുറികളുള്ള ഒരു പാലസ് ആട്ടോ. പാലസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം, ഇഷ്ടംപോലെ മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയും ഒരു ഹോണ്ടഡ് സ്റ്റോറി ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു വൈറ്റ് ലേഡിയുടെ അതായത് ഒരു നിഗൂഢമായ സ്റ്റോറി ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് ശേഷം വിശ്വവിഖ്യാതമായ സ്റ്റോക്ക്ഹോമിൻ്റെ ബ്ലഡ് ബാത്തിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇത് ഒരു സിനിമയാക്കിയിട്ടുമുണ്ട് കേട്ടോ, ഈ സ്റ്റോക്ക്ഹോമിൻ്റെ ബ്ലഡ് ബാത്തിനെ കുറിച്ച്. അതായത് ഡച്ചുകാർക്ക് എതിരെ നിന്ന കുറച്ച് സ്വീഡിഷ് നോബിൾസിനെ, അതായത് ഏകദേശം 92ഓളം സ്വീഡിഷ് നോബിൾസിനെ വിരുന്നിനെന്ന് പറഞ്ഞ രീതിയിൽ വിളിക്കുകയും അവസാനം വിരുന്ന് കഴിഞ്ഞതിന് ശേഷം അവരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. ആ സ്ഥലമാണ് ആക്ച്വലി ഇത് ഇപ്പം നമ്മൾ നടന്നു പോകുന്ന സ്ഥലം കേട്ടോ. 92ഓളം പേരെ കൂട്ടക്കൊല ഒറ്റ നിർത്തിന്, അതായത് ഒരു എന്താ പറയുക, ഒരു ദയയില്ലാതെ ഒറ്റ വെട്ടിന് കൊല്ലുക എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അത്രയും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഒരു മഴ പെയ്യുകയും പിന്നെ ആ സ്റ്റോക്ക്ഹോമിലെ ഓരോ തെരുവുകളും അവരുടെ ബ്ലഡ് കൊണ്ട് നിറയുകയും ഒരു ബ്ലഡ് പൂള് പോലെ ആവുകയും ചെയ്തു. അപ്പോൾ അതിനെയാണ് ഒരു ബ്ലഡ് ബാത്ത്. അവിടെയുള്ള എല്ലാവരും ആ രക്തത്തിൽ കുളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്ററോ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇത് ആക്ച്വലി ആ ജർമ്മൻ ചർച്ചാണ് സ്റ്റോക്ക്ഹോമിലെ. ഈ ചർച്ചിൻ്റെ ബേസ്മെൻറ്റിൽ പണ്ട്
ഒരു എന്താ പറയുക മാസ് ബറിയൽ നടന്നിട്ടുണ്ട്. അത്രയും, അതായത് പ്ലേഗ് വന്ന അസുഖം വന്ന സമയത്ത് ഒരുപാട് പേരെ ഒന്നടങ്കം അടക്കം ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അത് ആക്ച്വലി ഒരു അണ്ടർഗ്രൗണ്ട് ബേസ്മെൻറ്റ് പോലെയാണ്. നമ്മൾ അതിൻ്റെ അടിയിലൂടെ നടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ പുള്ളി ഒറിജിനൽ സ്കെൽട്ടൻസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് അവിടെ ഉണ്ടായ ആ ഗ്രേവിലുണ്ടായ അതേ ഒറിജിനൽ സ്കെൽട്ടൻസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. മാസ് ബറിയൽ നടന്നിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഇവിടെ. കാരണം അത്രപാട് ആൾക്കാർ പ്ലേഗ് വന്ന് മരിച്ച സമയത്ത് ഇവർക്ക് അടക്കാൻ സ്ഥലമില്ലാതെ ഈ ചർച്ചിൻ്റെ ബേസ്മെൻറ്റിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇയാൾക്ക് ഒരുപാട് ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ കാലം ഈ ഏരിയയിലോട്ട് അടച്ചിട്ടിട്ട് വരാതായിട്ട് പോലും ഉണ്ട് കേട്ടോ. കാരണം വളരെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ആക്ച്വലി കഥ പറഞ്ഞ് ആ ഒരു അറ്റ്മോസ്ഫിയറും കൂടെ ആയപ്പം ഭയങ്കര പേടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിയത് ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഈ വാക്കിൽ ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ അവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയും, പ്രത്യേകിച്ച് ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതാവുമ്പോൾ ഉള്ളിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പേടിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ബാക്കി ഒന്ന് കണ്ടു നോക്കും. So again, the family visit, explained their predicament and asked if they could move them. Now the family readily agreed. Their shoe was healed, and the church gave them the family crest as a thank you present. So one night, a hearse came out to Skibbereen. Joanna's remains were taken out. You see, we're standing in the crypt of the German church. In the days of old, any of German birth could only be buried in German soil. And this was the